ഹലോ, എല്ലാവർക്കും നമ്മുടെ ഹെയർ കെയർ ചാലഞ്ചിൻ്റെ അതായത് ഹോസ്റ്റലൈസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഹെയർ കെയർ ചാലഞ്ചിൻ്റെ ഡേ 20 ആണിന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഉലുവ അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് ഹെയർ പാക്കാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ആ ഒരു ഫ്ലാക്സ് സീഡൊക്കെ മേടിച്ചിട്ട് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉലുവയാണ് നിങ്ങൾക്ക് സ്യൂട്ടെങ്കിൽ ഉലുവ തന്നെ ചെയ്താൽ മതിയാകും. ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കേണ്ടതും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതിൻ്റെയും ആവശ്യകത എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫ്ലാക്സ് സീഡ് ജെല്ല് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് തലേ ദിവസം ഞാനൊരു 4 സ്പൂൺ, ഈ ഒരു ചെറിയ സ്പൂണിന് 4 സ്പൂൺ അളവിലാണ് ഈ ഒരു ഫ്ലാക്സ് സീഡ്സ് എടുത്തേക്കുന്നത്. ഇത് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങാം കേട്ടോ. അപ്പം അങ്ങനെ ഞാനിതിപ്പം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു 4 സ്പൂണാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു 3/4 ഗ്ലാസ് വെള്ളമാണ്. അത്യാവശ്യം ചെറിയൊരു സ്റ്റീൽ ഗ്ലാസ്സിൽ ഒരു 3/4 ഗ്ലാസ് വെള്ളം എടുത്താൽ മതിയാകും. എന്നിട്ട് ഇതിപ്പോൾ നമ്മൾ തലേ ദിവസം രാത്രിയിൽ കിടക്കുന്നതിന് മുൻപായിട്ടോ അല്ലെങ്കിൽ നേരത്തെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വെള്ളത്തിൽ കുതിർത്തിട്ട് അടച്ചു വെച്ചേക്കാം. ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെ അല്ലെങ്കിൽ ഞാനൊരു 11 മണിയൊക്കെ ആയ സമയത്താണ് കേട്ടോ ഞാനിത് എടുത്തേക്കുന്നത്. അപ്പം ഇത് കണ്ടില്ലേ, നന്നായിട്ട് ആ ഒരു ജെല്ല് ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു നല്ല വൃത്തിയുള്ളൊരു തുണിയിൽ അരിച്ചെടുക്കാം. ഇത് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ആ ഒരു ജെല്ല് കിട്ടുന്നത്. ഏകദേശം ആ ഒരു അലോവേര ജെല്ല് പോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫ്ലാക്സ് സീഡ്സിൻ്റെ ജെല്ലെന്ന് പറയുന്നതും. നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. ഇതൊരു ജെൽ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ ഉലുവ വെള്ളമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒലിച്ചങ്ങ് പോകത്തില്ല. നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിൽ ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിരിക്കും. പക്ഷേ ഇത് ജെൽ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ, ഒലിച്ചൊന്നും പോകത്തില്ല. അപ്പം ഇത് എല്ലാ പാക്കുകളും പോലെ തന്നെ സ്കാൽപ്പിൽ ഓരോരോ സെക്ഷൻസായിട്ട് എടുത്തിട്ട് എല്ലായിടത്തും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനു മുൻപ് തലേദിവസം നൈറ്റ് ഞാൻ ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. സ്കാൽപ്പിൽ മാത്രമായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഒരു പാക്ക് ഇടുന്നതിന് മുൻപായിട്ട് മുടിയുടെ ലെങ്ത്തിലേക്ക് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു പാക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തലേദിവസം നൈറ്റ് ഓയിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഓയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുൻപായിട്ട് മുടിയുടെ ലെങ്ത്തിൽ ഓയിലിട്ട ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതായത് നിങ്ങളിപ്പോൾ ഉലുവ വെള്ളം എടുക്കുകയാണെങ്കിൽ ഉലുവ വെള്ളമാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് ശേഷം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 1 മണിക്കൂർ വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട. ഇനി തലേ ദിവസം നൈറ്റ് ഓയിൽ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണതിൻ്റെ ഒരു അരമണിക്കൂർ മുൻപായിട്ട് സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടിയുടെ ലെങ്ത്തിലേക്കും കൂടി ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂറൊന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളിപ്പോൾ ഉലുവയാണ് അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഏതാണെന്ന് വെച്ചാൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാം. മിനിമം ഒരു 15 മിനിറ്റെങ്കിലും വെച്ചേക്കണം കേട്ടോ, മിനിമം പറയുകയാണെങ്കിൽ. അതിന് ശേഷമേ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ ഏതാണെങ്കിലും ഉലുവ വെള്ളമാണെങ്കിലും ഫ്ലാക്സ് സീഡ്സ് ആണെങ്കിലും ഏതാണെങ്കിലും നിങ്ങളൊരു മിനിമം ഒരു 15 മിനിറ്റെങ്കിലും വെച്ചേക്കണം. അതിന് ശേഷമേ വാഷ് ഔട്ട് ചെയ്ത് കളയാവൂ. അപ്പോൾ ഞാനിപ്പോൾ ഓരോരോ സെക്ഷൻസായിട്ട് എടുത്തിട്ട് എല്ലായിടത്തും സ്കാൽപ്പ് ഫുള്ളായിട്ട് കവർ ആകുന്ന രീതിക്ക് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലാക്സ് സീഡ്സിൽ അടങ്ങിയിട്ടുള്ള omega-3 ഫാറ്റി ആസിഡ്സും അതുപോലെ തന്നെ വൈറ്റമിൻ ഇ റിച്ചാണ്. കൂടാതെ വൈറ്റമിൻ ബിയുടെ ഒരു റിച്ച് സോഴ്സാണെന്ന് പറയാം. അപ്പോൾ ഇവയൊക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതായത് ബയോട്ടിൻ ആണെങ്കിലും വൈറ്റമിൻ ഇ ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ omega-3 ഫാറ്റി ആസിഡ്സ് ആണെങ്കിലും ഇവയെല്ലാം നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള
കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവയിൽ ഈ ഒരു ഫ്ലാക്സ് സീഡ്സിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മുടി വേരുകളെ സ്ട്രെങ്തൻ ചെയ്യാനും ഹെയർ ബ്രേക്കേജ് ആകുന്നതൊക്കെ തടയാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുടി വളർച്ചയൊക്കെ നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സൂപ്പർ സൂപ്പർ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ മുടി വളർച്ചയ്ക്ക്. എപ്പോഴും കുറച്ച് പോർഷൻസ് എടുത്തിട്ട് ഫുള്ളായിട്ട് സ്കാൽപ്പ് കവറപ്പ് ആകുന്ന രീതിക്ക് കുറച്ച് പോർഷൻസായിട്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് മൊത്തത്തിലെടുത്തിട്ട് പെട്ടെന്ന് അപ്ലൈ ചെയ്ത് പോകാതെ കുറച്ച് പോർഷൻസായിട്ട് മുടിയുടെ ഒരിത് തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. കൂടാതെ ആ ഒരു ഫ്രണ്ട് ഏരിയയിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഫുള്ളായിട്ട് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമായിരുന്നു ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഷാമ്പൂ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഇനി നാളത്തെ ദിവസം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇന്ന് നിങ്ങൾ ഈ ഒരു പാക്കറ്റ് കഴിഞ്ഞാൽ നൈറ്റ് ഓയിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് നൈറ്റ് സ്കാൽപ്പിൽ മാത്രം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിറ്റേ ദിവസം മുടിയുടെ ലെങ്തിലേക്കും കൂടി ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് കുളിക്കാം. ആ ഒരു സമയത്ത് ഷാമ്പൂ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ. ഇനി നൈറ്റിൽ ഓയിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾ എപ്പോഴാണോ കുളിക്കണേ അതിൻ്റെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുൻപായിട്ട് മൊത്തത്തിൽ ഓയിലിട്ട ശേഷം വെറുതെ ഹെയർ വാഷ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.